ത്രിവേണി, എന്താ താൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ? എന്ത്? അല്ല, അഞ്ജുയെ ചോദിച്ചില്ലേ താൻ എന്നെ കയ്യും കലക്ഷം കാണിച്ച് വളയ്ക്കാനുള്ള പരിപാടിയാണോന്ന്? അപ്പൊ താൻ പറഞ്ഞില്ലേ ആണെങ്കിൽ എന്താന്ന്? ആ പറഞ്ഞത് സീരിയസ് ആയിട്ടാണോന്ന് ചോദിച്ചേ. തനിക്ക് എന്തിന്റെ സൂക്കേടാ? വായിന്ന് എന്തെങ്കിലും അറിയാതെ വീണ പിന്നെ അതിൽ തൂങ്ങി പിടിച്ച് കടന്നോളും. തനിക്ക് വേറെ ഒരു പണിയില്ലേ? ഇല്ല, തൽക്കാലം ഇപ്പൊ ഒരു പണിയില്ല. താൻ പറ, അത് താൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്ന്. എന്റെ ചേച്ചിയെ ഈ കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ട് വന്നതിന് ശേഷം എന്റെ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനി ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് ഞാൻ കൂടി കഷ്ടപ്പെടുന്നു തനിക്ക് തോന്നുന്നുണ്ടോ? വെറുതെ എന്റെ പുറകെ നടന്ന് സമയം കളയണ്ട. താനൊരു ഡോക്ടറല്ലേ, പോയി പ്രാക്ടീസ് ചെയ്യേ. ഞാൻ ഡോക്ടറൊക്കെ ഒന്ന് ത്രിവേണിക്ക് അറിയോ? താനൊന്ന് പോയേ. ത്രിവേണി, താൻ നേഴ്സല്ലേ? ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തനിക്ക് ജോലി വാങ്ങിച്ചിട്ടെ. ദൈവത്തോർത്ത് എന്നെ വെറുതെ വിട്. എനിക്കുള്ള ജോലി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഇനി എന്റെ പുറകടന്ന് ശല്യം ചെയ്യരുത്. ഞാൻ ശല്യം ചെയ്യും. കുടുംബത്തിലൊരു മോശം നടക്കാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാനത് പറയാതിരിക്കുന്നത് മോശമല്ലേ? ആ പാവ അർജുനനെ ആ തലതെറിച്ച പെണ്ണ് വഴിതെറ്റിക്കും. ആ കിഷോറേട്ടാ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അർജുൻ വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുക. അർജുന വഴിതെറ്റാനോ? ഒരിക്കലും ഇല്ല, നടക്കൂല. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. നമ്മുടെ മക്കള് വഴിതെറ്റില്ല എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അവര് വഴിതെറ്റും. അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി പിന്നാലെ കുറെ എണ്ണം നടക്കുന്നുണ്ടല്ലോ. അഞ്ചൊന്ന് തെളിച്ചു പറ, എനിക്ക് ഒന്നും മനസ്സിലാവണം. എന്റെ കിഷോറേട്ടാ, ആ ത്രിവേണിയില്ലേ, അവൾ അർജുന്റെ പിറകെ മാറുന്നില്ല. എങ്ങനെ ത്രിവേണി അർജുന്റെ പുറകെ മാറുന്നില്ല? ആ പാവ അർജുൻ, അവൻ ഒഴിഞ്ഞു മാറി നടക്കുമ്പോ അവള് പിന്നാലെ ചെല്ലുക. ആ നരുന്ത് പെണ്ണ് എന്നോട് പറയാ അവൾ അർജുനെ കൊണ്ടേ പോകുന്നു. അങ്ങനെ പറഞ്ഞ? ആ കിഷോറേട്ടാ, ഇത് അറിഞ്ഞിട്ട് ഞാൻ കിഷോറേട്ടനോട് പറയാതിരിക്കുന്നത് ശരിയാണോ? പറയണം, ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ആ പെണ്ണിനോടെ സംസാരിച്ചാ നടക്കൂല. ആ പോയ കോടാലിയാണ്, ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ചെറുക്കൻ നമ്മുടെയാണേ, അത് നമ്മൾ നോക്കണം. എന്നാ ഞാൻ അർജുനോടൊന്ന് സംസാരിക്കട്ടെ. ചേട്ടൻ കാര്യമായിട്ടൊന്ന് സംസാരിക്കണം. മരണത്തിന് വന്നതല്ലേ, ഇനി പോയിക്കൂടെ? അത് ശരി. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന അഞ്ജുന് ബുദ്ധിമുട്ടായ? ചേട്ടനല്ല, അർജുൻ. അർജുൻ നിൽക്കുന്ന ബുദ്ധിമുട്ടാ? അവൻ വഴിതെറ്റി പോവൂലേ, അതുകൊണ്ട് പറഞ്ഞതാ. നോക്കട്ടെ, സംസാരിച്ചു നോക്കാം. അവളുടെ ചേച്ചീനെ കൊണ്ട് എന്നെ ഇവിടെ സമാധാനം ഇല്ല. അപ്പളാ ഇനി അനിയത്തിനും കൂടി കെട്ടിയെടുക്കാൻ പോകുന്നു. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കൂല.